ഹൃദയം കൊണ്ടുള്ള ചിന്ത സാധ്യമാണ്. തീർച്ചയായും രണ്ട് തരം ചിന്തകളുണ്ട്. ഹൃദയം കൊണ്ടുള്ള ചിന്തയും അതേപോലെ തല കൊണ്ട് അല്ലെങ്കിൽ ബ്രെയിൻ കൊണ്ടുള്ള ചിന്തയും. വിശുദ്ധ വേദഗ്രന്ഥത്തിൽ ഇടയ്ക്കിടെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നില്ലേ? അതേപോലെ മറ്റൊരിടത്ത് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, അവരുടെ കണ്ണുകൾക്കല്ല യഥാർത്ഥത്തിൽ അന്ധത ബാധിച്ചത്, അവരുടെ ഹൃദയങ്ങൾക്കാണ്. എന്താണ് നമ്മളുടെ ഹൃദയത്തിന്റെ പ്രത്യേകത? അല്ലെങ്കിൽ തല കൊണ്ടുള്ള ചിന്തയും ഹൃദയം കൊണ്ടുള്ള ചിന്തയും തമ്മിലുള്ള വ്യത്യാസം? തല കൊണ്ടുള്ള ചിന്ത എന്ന് പറയുമ്പോൾ അവിടെ ഡാറ്റ അനാലിസിസ് അല്ലെങ്കിൽ ലോജിക്സ് ഇതൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഹൃദയം കൊണ്ട് ചിന്തിക്കുമ്പോൾ അവിടെയാണ് വിസ്ഡം അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ എന്നൊക്കെ സംഭവിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ന്യൂറോൺസ് ഉണ്ട്. 40,000-ലധികം ന്യൂറോൺസ് അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ബ്രെയിനുമായി നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പ്രഷർ വേവ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്, അതേപോലെ ഹോർമോൺസ്, ന്യൂറൽ പാത്വേസ് ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരന്തരം ബ്രെയിനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നമ്മളൊരു ഡെസിഷൻ എടുക്കുമ്പോൾ നമ്മുടെ ഹൃദയം കൂടി അതിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ അത് ശരിയായ ഡിസിഷൻ കിട്ടുന്നുള്ളൂ. ഡിവൈൻ പാർട്ട് അല്ലെങ്കിൽ ഡിവൈൻ വിസ്ഡം, ഡിവൈൻ ഗൈഡൻസ് കിട്ടുന്നത് നമുക്ക് ഹൃദയത്തിലൂടെയാണ്. ഇങ്ങനെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ രണ്ടിൻ്റെ കൂടെ ബാലൻസ് നടക്കുമ്പോഴാണ്, ഹൃദയത്തിൻ്റെയും അതേപോലെ തന്നെ ബ്രെയിനിൻ്റെയും ബാലൻസ് നടക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നല്ല ഹ്യൂമണായിട്ട് മാറുന്നത്. അതേപോലെ പ്രവാചകനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തോട് 70 ആളുകൾ ഒരേ വിഷയത്തെക്കുറിച്ച് അഭിപ്രായം അന്വേഷിച്ചപ്പോൾ അല്ലെങ്കിൽ ആരാഞ്ഞപ്പോൾ 70 ആൻസറാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. കാരണം പ്രവാചകൻ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ആളാണ്, വെറും ലോജിക്ക് വെച്ചിട്ടല്ല. അതുകൊണ്ട് നമുക്ക് ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ സാധിക്കട്ടെ. ഹൃദയവും അതേപോലെ തന്നെ ബ്രെയിനും ബാലൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. താങ്ക് യു.